സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതുകൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്റെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് വചനത്തിന്റെ മാർമിക സത്യങ്ങളെ അറിയുവാൻ ഞങ്ങൾ ഹൂസ്റ്റണില് 28.6 ചാനൽ എന്ന് പറയുന്ന ഒരു മലയാളം ടെലിവിഷൻ ചാനൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് നടത്തുവാന് ദൈവം കൃപ തന്നു. വളരെ വിജയകരമായിട്ട് ആ ചാനൽ ഇപ്പോൾ പോകുന്നു എന്ന് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പ്രോഗ്രാം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അതിനുശേഷം പ്രോഗ്രാം എല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് കാഴ്ചക്കാർ നമ്മളെ അറിയിക്കുകയും അതനുസരിച്ച് വിവിധമായിട്ടുള്ള ക്രിസ്ത്യൻ പ്രോഗ്രാംസ് കണ്ടിന്യൂസ് ആയിട്ട് 24 മണിക്കൂറും ഫ്രീ ആയിട്ട് കാണത്തക്ക രീതിയിൽ ആ ചാനൽ ക്രമീകരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ടെസ്റ്റിമണികൾ, ചർച്ചിൻ്റെതായിട്ടുള്ള പ്രോഗ്രാമുകൾ, ലേഡീസ് മീറ്റിംഗ്, യൂത്ത് പ്രോഗ്രാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഈ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഇത് ഹൂസ്റ്റണിലെ ഒരു ലോക്കൽ ചാനലായിട്ട് ഹൂസ്റ്റണിന്റെ എല്ലാ ഭാഗത്തും നേരത്തെ തുടങ്ങിയ സമയത്ത് ചില ഭാഗങ്ങളിൽ കിട്ടുവാനുള്ള തടസ്സമുണ്ടായിരുന്നു. എന്നാൽ ട്രാൻസ്മിറ്റർ മാറ്റിവെച്ചതോടുകൂടി ഹൂസ്റ്റണിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ചാനൽ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർക്കും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഈ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദൈവം അതിനെല്ലാം തരണം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഓരോ ദിവസവും ഞങ്ങൾ ഈ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തണം. പ്രത്യേകിച്ച് ഡാളസിലുള്ളവർക്ക് തൽക്കാലം ഇത് കാണുവാനുള്ള സാധ്യത ഇല്ല എങ്കിലും ഞങ്ങളിത് അമേരിക്ക മുഴുക്ക ഈ ചാനല് കാണത്തക്ക വിധത്തിൽ ഉള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പകാലതാമസം വരുമെങ്കിലും ദൈവം അത് സാധിപ്പിച്ചു തരുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോഗ്രാം നിങ്ങൾക്ക് അതിൽ കൂടി കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരും ഈ ചാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് ജോൺ ഐസക്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ ഹെവൻലി കിങ്ഡം ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത് പ്രചോദനം നൽകുവാനും നിത്യതയിലേക്ക് നിങ്ങളെ നയിക്കുവാനും സംഗതിയായി തീരേണ്ടതിന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് ഈ ദൈവവചനമായി കടന്നു വരുവാൻ ദൈവം എനിക്ക് ഒരു അവസരം തന്ന ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുകയും അതിനുവേണ്ടി ഒരുക്കി തന്ന ഇതിന്റെ സംഘാടകരോട് എന്റെ ഹൃദയാത്മകമായ നന്ദിയെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവവചനം സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദവാക്യമാണ്. അതിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ശ്രമിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അതിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അതിനാധാരമായി വായിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. 18-ാമത്തെ വാക്യം, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അതിനുശേഷം തന്റെ ശിഷ്യന്മാരോടുകൂടി അനേക സന്ദർഭങ്ങൾ താൻ ഇടപെടുകയും അനേകർക്ക് 500-ൽ അധികം തന്റെ വിശ്വാസികൾക്ക്, ക്രിസ്ത്യാനികൾക്ക് താൻ
തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ വായിച്ച വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം അത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് അവസാനമായി തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച ദൈവവചനങ്ങളായിട്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഈ ഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നത് നിത്യനായ ദൈവത്തിന്റെ വിടുതലിന്റെ സന്ദേശം സുവാർത്ത അറിയിക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം, സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ, അതിനുവേണ്ടി ജനത്തെ ഒരുക്കിയെടുക്കുവാനായിരുന്നു എന്ന് തന്റെ 3.5 വർഷക്കാലത്ത് ഇഹലോകവാസം കൊണ്ട് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. താൻ ഈ ഭൂമിയിലായിരുന്ന ആ സന്ദർഭത്തിൽ അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തു. സ്തോത്രം സ്തോത്രം. അതിൽ അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരെ തന്റെ ശിഷ്യന്മാരാക്കി താൻ തിരഞ്ഞെടുത്തു. പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഗ്രഹിച്ചവരൊക്കെയും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ സംഗതിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. തന്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, തന്റെ സ്വർഗീയ ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതും, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, തന്റെ മനസ്സിലെ ആർദ്രതയെ ഗ്രഹിപ്പിക്കുന്നതുമായിരുന്നു എന്ന് തന്റെ ദൈവവചനത്തിൽ കൂടി നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം, ഹല്ലേലൂയ സ്തോത്രം, 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. പ്രൈസ് ഗോഡ്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ വിളിച്ചു. പ്രൈസ് ഗോഡ്. അവർ അവന്റെ അരികെ വന്നു. അനുസരണമുള്ള ഒരു സമൂഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും. എന്തിനാ വിളിച്ചത്? അവർ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിനുമായി അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരം ഉണ്ടാകുവാനും താൻ 12 വരെ നിയമിച്ചു. അടുത്ത വാക്യം വായിച്ചാണ് 16-ാമത്തെ വാക്യം. അത് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരുടെ പേരുകൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതെ, തന്നോടുകൂടി ഇരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യപ്പെടുത്തുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും താൻ അവരെ ഓർഡർ ചെയ്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശുശ്രൂഷ താൻ ആരംഭിച്ച, തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി ആരംഭിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി താൻ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് എടുത്തതിന് ശേഷം തന്റെ ശിഷ്യന്മാരെ പരമേൽപ്പിച്ച ദൗത്യം, പ്രൈസ് ഗോഡ്, ഈ വാക്യങ്ങൾ കൂടി നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. നാം വായിച്ച ഈ വാക്യം മറക്കരുത്. നിങ്ങൾ ഭൂലോകത്തിന്റെ അന്ത്യോളം പോയി എന്റെ സാക്ഷികൾ അവന്റെ സുവിശേഷം പ്രസംഗിക്കുകയും എന്നുള്ള വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നമ്മള് വിശ്വാസികളായ നമുക്ക് ഈ കാലങ്ങളിൽ, ഹല്ലേലൂയ സ്തോത്രം, അത് ബാധകമാണോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. പ്രൈസ് ഗോഡ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം അത് വായിക്കുന്നത് നമുക്ക് ഗ്രഹിക്കാം. 1 Peter chapter 2 verse 9. Praise the Lord. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. പ്രൈസ് ദി ലോർഡ്. സകല വിശ്വാസികൾ. അടുത്ത വാക്യം കൂടെ വായിച്ചപ്പോൾ നമുക്കറിയാം നമ്മുടെ അവസ്ഥ മുമ്പത്തെ എന്തായിരുന്നു എന്ന്. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം കരുണ ലഭിക്കാത്തവരായിരുന്നു നിങ്ങൾ. ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപ വാങ്ങിച്ച എല്ലാ ദൈവജനങ്ങളും
താൻ പ്രാപിച്ച സത്യത്തെ കുറിച്ച് മറ്റുള്ളവർ അറിയിപ്പാൻ കടംപെട്ടവരാണെന്ന് ഈ വാക്യത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നില്ലയോ പ്രിയപ്പെട്ടവരെ? Praise the Lord. Hallelujah. സ്തോത്രം, സ്തോത്രം. നാം ഇസ്രായേലിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു സംഗതി കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മരങ്ങളിൽ നിന്നൊക്കെയും ഒഴുകി വരുന്ന ഹല്ലേലൂയ, സ്തോത്രം, അത് ഡെഡ് സീ. ഡെഡ് സീ എന്ന് പറയുന്നതിന് കാരണം അതങ്ങ് ഡെഡ് സീ ആകുവാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത് കടന്നു വന്ന് ഇന്ധനങ്ങൾ, വിവിധ ദ്രാവകങ്ങൾ അവിടെ ഉൾക്കൊണ്ടതിന് ശേഷം വിലയേറിയ വസ്തുക്കളൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെയും അതിന് ഡെഡ് സീ എന്നറിയപ്പെടുന്നത്. ഒരു പക്ഷി പോലും അതിന്റെ പുറകെ മേളിൽ കൂടി പറന്നു പോകാൻ കഴിയുന്നില്ല. അത് വീണ് അതില്ലാതെയാകും. കാരണം എന്നാണെന്നറിയാമോ? അത് വെള്ളം വന്ന് ഒഴുകി അവിടെ വന്ന് കിടന്നിട്ട് പിന്നെ അടുത്തായിട്ട് ഒരു ഒഴുക്കില്ല. അടുത്തായിട്ട് ഒഴുക്ക് അത് വന്നിരുന്നുവെങ്കിൽ അത് നല്ല വെള്ളമായി അനേക മത്സ്യങ്ങളോട് ഉണ്ടാകാമായിരുന്നു. ദൈവജനമായി നാം കാലാകാലങ്ങളിൽ ദൈവകൃപ പ്രാപിച്ചവർ അത് മറ്റുള്ളവർക്ക് മുമ്പാകെ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ സുവിശേഷം മറ്റുള്ളവർ നാം അറിയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യമായി നമ്മൾ അടയ്ക്കപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ആമേൻ കർത്താവ് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച തന്റെ നിയോഗത്തെ തുടർന്നുള്ള തന്റെ ശിഷ്യന്മാരോട് അറിയിച്ചതിന് ശേഷം ശിഷ്യന്മാർ തന്റെ പിന്നാലെ ദൈവത്തെ പിൻപറ്റുന്ന, കർത്താവിനെ പിൻപറ്റുന്ന ക്രിസ്ത്യാനിയോട് ഓർപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ. നിങ്ങൾ അന്ധകാരത്തിൽ വിളിക്കപ്പെട്ടവരാ, നിങ്ങൾ ഇനി അടങ്ങിയിരിക്കുവാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഭൂമി അന്ധകാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ജാതികൾ ദൈവമില്ലാതെ നാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ നീ പ്രാപിച്ചിരിക്കുന്ന ദൈവ സത്യം യേശു ക്രിസ്തുവിലൂടെ നിത്യരക്ഷ സുവിശേഷം മുഖാന്തരം ഉണ്ടായ വീണ്ടും ജനത്തിന്റെ അനുഭവം അടക്കി വെക്കുവാനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Whosoever shall do the will of God, the same is my brother and my sister and mother. Hallelujah. ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവർ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നാം നിൽക്കുന്ന സമൂഹം ദൈവഹിതത്തിന് വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ നിന്നതുകൊണ്ട് എന്ത് പ്രയോജനം? നാം പ്രസംഗിക്കുന്ന ദൈവവചനം ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ല എന്നുണ്ടെങ്കിൽ അത് ആരെ രക്ഷിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നാം ഈ നാളുകളിൽ സത്യം ഗ്രഹിക്കണം, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ പകൽക്കാലം ഒരു കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഗൂഗിൾസിലൊക്കെ പോയി അല്ലെങ്കിൽ നമ്മുടെ കോൺകോർഡൻസ് ബൈബിളിൽ പോയി യു ജസ്റ്റ് സെർച്ച് ദാറ്റ് വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതം എന്താണ് എന്ന് ഒന്ന് സെർച്ച് ചെയ്യാൻ. ദൈവത്തിന്റെ ഹിതം, പ്രൈസ് ഗോഡ്, പൂർണ്ണ സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൈവത്തിന്റെ ഹിതമാണ്. പാപികൾ മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ ഹിതമാണ്. രോഗികൾ സൗഖ്യമാകണമെന്നുള്ള ദൈവത്തിന്റെ ഹിതമാ. അതിനുവേണ്ടിയാണ് കർത്താവ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അരുളി ചെയ്തത്. നിന്റെ സാമ്പത്തിക ദാരിദ്ര്യങ്ങൾ മാറ്റി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ശ്രേഷ്ഠന്മാരോട് നിന്നെ ഇരുത്തുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, നീ കയറാത്ത വാഹനങ്ങൾ കൂടി ഉന്നതമായ വാഹനങ്ങൾ കയറ്റി നിന്നെ ഓടിച്ചതിന്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അയക്കുവാൻ ദൈവത്തിന്റെ പ്ലാനാ. പ്രിയപ്പെട്ടവരെ, നാം ദാരിദ്ര്യത്തിൽ മാത്രം കിടന്ന് ഈ ലോകത്തിൽ നിറയിക്കുവാനുള്ള ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് തന്നെ ഇത് പറഞ്ഞില്ലേ? മുമ്പേ തന്നെ നീതിയും രാജ്യവും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. താൻ പറഞ്ഞു, ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറയിൽ ശേഖരിക്കുന്നില്ലെങ്കിലും അവയ്ക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. വയലിലെ താമരയെ നോക്കുവീൻ, അതിലൊന്നുപോലും, ഹല്ലേലൂയ, സ്തോത്രം, അതിനെപ്പോലെ ഒന്നിനെപ്പോലെ പോലും ശലോമോൻ തന്റെ സകല പ്രാഗൽഭ്യത്തിലും പ്രൗഢിയിലും ആമേൻ, സ്തോത്രം, അണിയുവാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കളർ കൊടുത്ത് ഭംഗി കൊടുത്തത് ദൈവമാ. ആ ദൈവത്തെ നീ ഒന്ന് കടന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആകിയാൽ നീ വിചാരപ്പെടരുത്, ഭാരപ്പെടരുത്, ഹൃദയം കലങ്ങിപ്പോകരുത്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. He will never leave you nor forsake you. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആ ദൈവത്തിൽ ഒന്ന് കടന്ന് ആശ്രയിക്കുക, ആ ദൈവത്തിൽ വിശ്വസിക്കുക. അത് പറയാണ്, seek ye first the kingdom of God and his righteousness, then everything shall be added unto you. മുമ്പേ അവന്റെ നീതിയും രാജ്യവും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ ലഭിക്കും. നിന്റെ ആഹാരത്തെ കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത്? നിന്റെ ശരീര ക്ഷീണത്തെ കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത്? രോഗത്തെ കുറിച്ചാണോ? മക്കളുടെ ഭാവിയെ കുറിച്ചാണോ നീ ഭാരപ്പെടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രത്തോളം നിനക്ക് ആയുസ്സും ആരോഗ്യവും തന്നവൻ, സ്വാതന്ത്ര്യം തന്നവൻ, ദൈവജനം കേൾക്കുവാൻ ഭാഗ്യം തന്നു. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം, അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ കേൾക്കുന്ന ഈ സമയം നിങ്ങളതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ?
നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് ചിലത് പ്രവർത്തിക്കാനുണ്ട്. നിത്യരാജ്യം നിന്നെ അവകാശിയാക്കുവാനുണ്ട്. ഈ സുവിശേഷം മുഖാന്തരം നീ രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ നീ പ്രാപിച്ച ഈ സുവിശേഷം മറ്റുള്ളവർ പറയുവാൻ നീ കടംപെട്ടവരാ. അതിനുവേണ്ടി നിന്നെ ഒരുക്കും. നിന്നോടൊരു സമൂഹമുണ്ട്. നിന്റെ മാതാപിതാക്കൾ നിന്നെ നോക്കിയിരിക്കുന്നു, നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ നോക്കിയിരിക്കുന്നു, നിന്റെ സഹോദര വർഗം നിന്നെ നോക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതേ ലോകം എമ്പാടും സുവിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ആരും അവന് വേണ്ടി പോകും? ആർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും? പ്രൈസ് ഗോഡ്. ഈ ദൈവവചനം ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ കേട്ട നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ വിതേർഡ് ഹാൻഡ് നിനക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും നീ വരേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നോട് പറയുക, നിന്റെ കൈയൊന്ന് നീട്ടിക്കേ, നീ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായും നിന്റെ വരണ്ട കയ്യിൽ നിന്ന് ചിലർക്ക് സഹായിക്കാനായിട്ട് കഴിയും. നീ സൗഖ്യമുള്ളവനായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തോളൂ. ഒരു പക്ഷെങ്കിൽ നിന്റെ സുവിശേഷത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ എന്നല്ല, വിളിക്കപ്പെട്ടവരെല്ലാം സുവിശേഷത്തിന്റെ ഭാഗവാക്കായി തീരണം. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് നിന്നെ കുറിച്ചുള്ള ഹിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ തേതിൽ ഭവനത്തിൽ കർത്താവിനെ കൈക്കൊള്ളുന്നതിനായിരിക്കണം. നമ്മുടെ ഭവനത്തിൽ കർത്താവിനെ കൈക്കൊള്ളാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.